നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ബ്രഹ്മദേവായ നമഃ. ഓം 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 ബ്രഹ്മദേവായ നമഃ. ഉത്സവം മുകളിലോട്ട് ബ്രഹ്മരന്ധ്രത്തിലേക്കുള്ള യാത്രയുടെ പ്രതീകമാണ് ബാഹ്യമായിട്ടുള്ള ഈ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്സവത്തിന് കൊടിയേറി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. വാസ്തവത്തിൽ നട്ടലിലേക്കുള്ള ആ ബ്രഹ്മരന്ധ്രം ശിവശക്തി ഐക്യം സാധിക്കുന്നതിൻ്റെ തുടക്കമാണ്. അവസാനം ഉത്സവം അതിൻ്റെ സമാപ്തം കഴിഞ്ഞ് ശിവശക്തി ഐക്യം സംഭവിച്ച് സമാധി അനുഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നല്ല താഴോട്ടത് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ആ ഉത്സവത്തിൻ്റെ ആനന്ദത്തിൻ്റെ ജീവാത്മ പരമാത്മ ഐക്യത്തിനായിട്ടുള്ള തപസ്സിൻ്റെ ഒരു നിലയിലാണ്. അപ്പോൾ ഇതൊക്കെ സഗുണ സാകാരമായ ആരാധനാ രീതിയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമായ യോഗശാസ്ത്രമുണ്ട്, തന്ത്രശാസ്ത്രവുമാണ്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഉപാസകാനാം കാര്യാർത്ഥേ ബ്രഹ്മണേ രൂപകൽപ്പന. അപ്പോൾ ബ്രഹ്മത്തെ ഉപാസിക്കാനായിട്ട് ഉപാസകാനാം കാര്യാർത്ഥേ ബ്രഹ്മണേ രൂപകൽപ്പന. ബാഹ്യമായ രൂപം, സ്വരൂപം എന്ന് പറഞ്ഞാൽ ആന്തരികമാണ്. അപ്പോൾ ആന്തരികമായ സ്വരൂപത്തെ ബാഹ്യമായ രീതിയിൽ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടി നമ്മൾ ചെയ്യുകയാണ്. രൂപം സ്വരൂപം ഇങ്ങനെ രണ്ട് രീതിയിലാണ്. അപ്പോൾ ഇത് ബാഹ്യമായ രൂപം ഇങ്ങനെ നട്ടലിൻ്റെ പ്രതീകമായിട്ടൊക്കെ ഉത്സവത്തിന് കൊടിയേറുമ്പോൾ ആന്തരികമായ സ്വരൂപത്തിൽ കൂടി ഈ സുഷുമ്നയിൽ കൂടിയുള്ള യോഗശക്തിയുടെ ഉണർവാണ് നമുക്ക് സംഭവിക്കേണ്ടത്. അപ്പോൾ ബ്രഹ്മത്തെ, പരമായ സത്യത്തെ, ആ ഉണ്മയെ, നശിക്കാത്ത അമൃതത്വത്തെ നമ്മൾ ഉപാസന ചെയ്യാൻ വേണ്ടി രൂപകൽപ്പനകൾ ചെയ്തിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ തപസ്, അന്നദാനം, മറ്റ് സാധന, ഇവിടുത്തെ അനുഷ്ഠാനം ചെയ്യുന്ന തന്ത്രീശ്വരന്മാരും ശാന്തി കഴകം ഇവരുടെയൊക്കെ ഉത്സാഹം കൊണ്ട് അത് കൂടുതൽ ആ ഓറ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം കൂടുതൽ വത്താവും. അപ്പോൾ ഈ പ്രദേശം വളരെ നല്ല ചൈതന്യവത്താണ്, സാധകർക്ക് പറ്റിയ ഇടമാണ്, തപസ് ചെയ്യാൻ പറ്റിയ ഇടമാണ്. അപ്പോൾ മുനിമാരത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ തപസ് ചെയ്ത ആ പുണ്യഭൂമിയാണ്. ഇപ്പോഴും ആ പൂർവ്വജന്മ സുഹൃത കൊണ്ട് നമുക്ക് ഇന്ന് ഈ സുദിനത്തിൽ, ഈ പുണ്യ നിമിഷത്തിൽ ഒരു പൂർവ്വജന്മ ബന്ധം കൊണ്ടാണ് നമുക്ക് ഇന്നൊക്കെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത്. അപ്പോൾ ധന്യോഹം നമ്മളെല്ലാവരും ധന്യരാണ്. അത് പൂർവ്വജന്മ സുഹൃതം മാത്രമാണ്. പെട്ടെന്നല്ലേ നമ്മളെല്ലാം ഇവിടെ എത്തുന്നത്, അല്ലേ? പെട്ടെന്ന് എത്തുന്നു. അപ്പോൾ ഇന്ന് ഈ മംഗളകർമ്മത്തിൽ നമ്മളെല്ലാം ഭാവാക്കാവുകയാണ്. അപ്പോൾ എല്ലാവരും ധന്യരാണ്. നമ്മുടെ എല്ലാവിധ ആഗ്രഹ അഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് പരമപുരുഷാർത്ഥമായ മോക്ഷം, മുക്തി, ആ ഉണ്മ അനുഭവിക്കാൻ
ശിവശക്തി ഐക്യം സാധ്യമാറാകട്ടെ. ഓം തത്സത് ഓം തത്സത്. ധന്യോഹം ധന്യോഹം. ഹരി ഓം. അത് പറഞ്ഞല്ലോ. ഗംഗേഹർ നമ്മദേഹർ നമ പാർവതിയരെ ഹര ഹര മഹാദേവ.